നമുക്കൊരു കിടുക്കാച്ചൊരു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ? ഈ അമേരിക്കക്കാരും ഇന്ത്യക്കാരും മറ്റവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മ കേരളക്കാർക്കും ഒന്നും ഉണ്ടാക്കാന്നേ. നല്ല കിടുക്കാച്ചി സാധനമാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ബോട്ടിൽ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സംഭവം. തട്ടിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതാക്കുമ്പോൾ ഇത്രയും ലുക്കൊക്കെ കിട്ടുന്നതിന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കിട്ടിക്കാച്ചി ലുക്കാണ്, നിങ്ങൾ തന്നെ നോക്കി നോക്കുന്നേ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു ബോട്ടിലില്ലേ, ആ ബോട്ടിലാണ് സംഭവം. ഞാൻ മുന്നൊരു വാട്ടർ ക്യാൻഡിലിട്ട് പരീക്ഷിച്ചാണ് ഈ കാണുന്നത്. അതിനകത്ത് പൂവും തലതിരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കരുതി അതിൻ്റെ നിറവും മറ്റേ കോലം മൊത്തത്തിലാണ് മറ്റന്ന്. അതിനുള്ള വാക്സ് ഞാനെടുത്ത് ആ വാക്സ് ഒന്ന് ഉരുക്കിയെടുത്തു. ഇത് ഉപയോഗിക്കാത്ത ഗ്ലാസ്സാണ്, ഉപയോഗിക്കാത്ത ഗ്ലാസ് എന്തെങ്കിലും എടുക്കണം, ഉപയോഗിക്കാത്ത പാത്രം എന്തായാലും മതി. ഞാൻ ഗ്ലാസ് എടുത്തുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ സ്റ്റൗവൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞു പിള്ളേർ പാരൻസിന് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഗ്ലാസ് പെയിൻറ്റ് വെച്ചൊന്ന് യൂസ് ചെയ്തു, പക്ഷേ ആ കളറിനകത്ത് ആയില്ല. അതിനുശേഷമാണ് ഞാൻ ഇത്തിരി ക്രയോൺ എടുത്തിട്ട് അതിനകത്തേക്കൊന്ന് ഒടിച്ചിട്ടൊന്ന് താക്കി നോക്കി. അത് കിട്ടിക്കാച്ചി എന്ന് പറഞ്ഞ പോലെ ആ കളറൊന്നും മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേറെ ക്രയോൺ ഉണ്ടായിരുന്നില്ല, ആ കളർ. അതിനുശേഷം ഞാൻ കുപ്പിയൊക്കെ കഴുകിയെടുത്തു. ഈ കുപ്പി എന്ന് പറയുന്നത് അവിടെ നെയ്യൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുപ്പിയിൽ, അതാണ് കുപ്പി. അത് നമ്മി കുപ്പി കഴുകിയെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലവർ ഇല്ലേ, അതാണ് വെട്ടിങ്ങടെ ഇറക്കി അങ്ങോട്ട് വെച്ചു. അങ്ങനെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് മുത്തുകളൊക്കെ ഇല്ലേ, മാലയുടെ ഒക്കെ പണ്ടത്തെ പൊട്ടിപ്പോയത്, ആ മുത്തൊക്കെ അവിടെ ആഡാക്കി അതിനകത്തേക്ക് എന്ത് ചെയ്തു, ആ മുത്തൊക്കെ ഇട്ട് ഓടിക്കലിനാണ് നല്ല രസമാണേ. എന്ത് ചെയ്യാനാ, കിടക്കച്ച് ലുക്കായിരിക്കില്ലേ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കളർ ആഡ് ആക്കണം. ഈ കളറാണ് ഞാൻ നേരത്തെ ആഡ് ആക്കാൻ വെച്ചത്. അത് ഗ്ലാസ്സിലേക്ക് വെറുതെ പച്ചവെള്ളത്തേക്ക് ആ കളർ ആഡ് ആക്കി വെറുതെ കൂടെ ഒഴിക്കണം. ഏതെങ്കിലും ഒരു പെയിൻറ്റിൻ്റെ കളറായാലും മതിയേ. ഇതൊന്നും കളറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെറും മുളക് പൊടി മഞ്ഞപ്പൊടിയില്ലേ, ഏതെങ്കിലും പറഞ്ഞിട്ടാൽ മതി. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സോസില്ലേ, അതിൻ്റെ കളറായാലും കിട്ടുക ചെയ്യുക. ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്യാൻഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആടാ കേട്ടോ. അങ്ങനെ ആ കളറൊക്കെ ആഡാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. ആ മുത്താൻ തോടിക്കളിക്കാൻ നല്ല ഭംഗിയാണ്. എന്ത് ചെയ്യാനാ. പിന്നെ എന്തെങ്കിലും കുറച്ച് അവിടെ ഇരിക്കുന്ന വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ബേഴ്സ് വായിക്കണമെങ്കിൽ അതിനകത്ത് തന്നെ കുറേ ഉണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ തന്നെ പല ഭാഗങ്ങളും എൻ്റെ അമ്മ അറിയാണ്ട് കട്ടെടുത്തതാണ്. എന്ത് ചെയ്യാനാ, സ്വന്തം വീട്ടിൽ നിന്നല്ലേ, പുറത്താക്കത്തില്ല എന്നൊരൊറ്റ ധൈര്യം കൊണ്ടാണ് എടുത്തത്. പിന്നെ അങ്ങനെയെല്ലാമായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കിച്ച ഇതുണ്ടല്ലോ, അതങ്ങനെ ആഡ് ആക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ കുറേ ഫ്ലവേഴ്സൊക്കെ ആഡ് ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ടാണ്. സോറി, കാരണം വിചാരിക്കരുത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും കുറച്ച് ലീവ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് വീണ്ടും കളറൊക്കെ ആഡ് ആക്കി നല്ല ലുക്കാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു ക്യാൻറ്റീനിൽ ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനനുസരിച്ച് എന്താ പറയുക, നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യുമോ? ഒരു കമൻറ്റെങ്കിലും ഇടോ, നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ ലൈക്കെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാനാ, ഇത്രയും വായ ഒളിച്ച് പറയണതല്ലേ. ഇന്ന് ഒരു കമൻറ്റ് ലൈക്കും ചെയ്യുന്നത് എന്താ പ്രശ്നം? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീണ്ടും ക്യാൻഡിൽസിൻ്റെ വീണ്ടും